നീ ഇതെവിടേക്കാ? അതെന്ത് ചോദ്യ വാസുട്ടാ? നമ്മള് പണിക്ക് പോലല്ലേ അടുപ്പ് പോകുള്ളൂ. ഇന്നാരുടെ കൂടെയാ? കുട്ടേട്ടന്റെ കൂടെ. എന്തേ? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്താ? കുട്ട ഇനി പണിക്കൊന്നും വരില്ലടി. അതെന്താ? അവൻ പോയിടി. അവിടെ ഉണ്ട് നായരെ. ഇന്നലെ മുടങ്ങിയ നാടകം ഇന്ന് കളിക്കുവോ? അപ്പൊ ഇന്നത്തെ നാടകം എവിടെ കളിക്കും? എപ്പോ കളിക്കും? അത് നാളെ കളിച്ചൂടെ? നാളെ തിരുവനന്തപുരം കീർത്തയുടെ മറ്റേ ബാലയല്ലേ? നല്ല അഭിപ്രായമല്ലേ? പിന്നെ അടിപൊളി നാടക. ബാല നല്ല സാധന. വന്നല്ലേ. ദൈവമേ, പോസ്റ്റ്മോർട്ടം ഇത്ര പെട്ടെന്ന് കഴിഞ്ഞാ? അത് നമ്മുടെ ഗോവൻ ഡോക്ടർ ആയതുകൊണ്ട് സംഗതി പെട്ടെന്ന് കഴിയത്തില്ലേ. അല്ല, ഈ MK ഹോസ്പിറ്റല് ഗോപൻ ഡോക്ടർ അതല്ലേ? അത് MK ഹോസ്പിറ്റൽ പുള്ളിക്കാരൻ അനിയൻ ശരത്തിന്റെ പേരിൽ. ഈ ഗോവൻ ഡോക്ടർ അല്ലേ പോലീസ് സർജൻ, പുള്ളിയാണ് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത്. അല്ലെങ്കിൽ ഈ ഗോപൻ ഡോക്ടർ ഇല്ലേ പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യത്തിലും മിടുക്കനാ. എന്താ കൈപ്പുണ്യം അറിയോ? പിന്നെ പണ്ടത്തെ പോലെ ഒന്നല്ല, ഈ ചുറ്റുകൊണ്ട് ഒരു ഒറ്റ അടിക്ക് അങ്ങോട്ട് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ തലച്ചോറൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ട് വയറിങ്ങനെ കീറിയിട്ട് ഈ കുടൽ ഇതും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അവസാനം തുന്നി കൂട്ടുന്ന പരിപാടിയൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊക്കെ കമ്പ്യൂട്ടർ അല്ലേ. അവിടെ പുളിശ്ശേരി വേണം? വേണ്ട. രസം? എനിക്കൊന്നും വേണ്ട. ചോറ് തന്നെ വേണ്ട. എന്താ കഴിക്കണില്ലേ? വെറുതെ മൊബൈലും കുത്തിയിട്ട് തിന്നുകയില്ല, തീറ്റിക്കുകയില്ല. അയ്യോ ചേട്ടാ, ചോറുണ്ടോ? അയ്യോ, ഇന്ന് ചോറില്ല. അവിടെ ഒരു മരണം നടന്നു, മുടക്ക. 10 പേർക്കുള്ളതേ ഉള്ളൂ. അതെ, ആ ചോറ് കൊടുത്തൂടെ? അയ്യോ, അത് കാളയ്ക്ക് കൊടുക്കാനല്ല, മനുഷ്യർക്ക് കഴിക്കാൻ വേണ്ടിട്ടാ ചോദിച്ചത്. അയ്യോ, അല്ലെങ്കിൽ അവിടെ വെച്ച് നോക്കാം. ആ വെള്ള തുണി വിരിക്കാൻ പറയും. എല്ലാവരും എത്ര കൂടി നിൽക്കണ്ട. അയ്യോ, എന്താ സലോനി? എന്താ നീ വെട്ടുകാട്ടിലല്ലേ? എന്താടാ ഇവിടെ? നിങ്ങളേതാ? അയ്യോ, ഇതാരാ? ഇതെന്താ? അയ്യോ രഘു, ഞാനാ? എന്താ ഇങ്ങനെ കിടക്കണേ? അയ്യോ, ഞാൻ സ്വപ്നം കണ്ടു. എടി, ഞാൻ സ്വപ്നം കണ്ടാടി. ഇതെന്ത് കൂത്തത്? ഞാൻ സ്വപ്നം മോളെന്തിനാ അറിയുന്നേ? മോളെ കുഞ്ഞൊന്ന് പറഞ്ഞു കൊടുത്തേ. ഞാൻ അച്ഛനാണേ. ഇട ഒന്ന് വന്ന് പറയടാ, ഇത് ഞാനല്ലടാ. എന്താടാ ഇത് ഞാനല്ലടാ. ഇത് എന്റെ പിള്ളേരും പെണ്ണു നോക്കി ഇത് കരയുന്നു നോക്കി. എന്റെ ദൈവം, നിങ്ങളേതാ ഇത്? അതെ, ഞാൻ പറയുന്ന ആരും കേൾക്കുന്നില്ലല്ലോ. ഞാൻ പറയുന്ന ആരും കേക്ക്. നിങ്ങളെങ്ങോട്ടായി പോകുന്നേ? അവളെ എന്നാ കളിച്ച? വാസു, എടാ വാസു, എടാ ഇവിടെ എന്നാണ് നടക്കുന്നത്? നീ എങ്കിലും ഒന്ന് പറയടാ. വാസുട്ടാ, എങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീ കണ്ടപ്പോ? ശരത്തെ ചെതയൊരുക്കണ്ടേ? പിന്നെ വേണ്ടേ? അതിപ്പോ എവിടെ ഒരുക്കും? അത് ഈ പറമ്പിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും ഒരുക്കാം. ഓ, നിങ്ങളുടെ സ്ഥലല്ലേ? നമ്മ ആടേക്കല്ലേ താമസിക്കണേ? കുട്ടേട്ടനും ഫാമിലിയൊക്കെ നമ്മുടെ ആൾക്കാരല്ലേ. ഞങ്ങൾ ആ വ്യത്യാസമൊന്നും കണ്ടിട്ടില്ല. ചേട്ടനും അത് കുഴപ്പമില്ല, എവിടെ വേണമെങ്കിലും ഒരുക്കാം. എന്നാ പിന്നെ വടക്കേപ്പുറത്ത് മാവ് വെട്ടാല്ലേ? അത് വേണ്ട, ഞാൻ വിറകേൽപ്പിച്ചിട്ടുണ്ട്. എന്നാ ശരി, ബാക്കി കാര്യങ്ങളൊക്കെ അല്ല. പൈസ എന്തെങ്കിലും ആവശ്യം വരുമോ? അല്ല, പറഞ്ഞാൽ മതി. കുട്ടേട്ടന്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്തരുത്. എന്നാ ഞാനവിടെ ചെല്ലാം.
സിന്ധു എടേ നീ എന്തിനാണ് ഈ ഒരു തുണിയിൽ നോക്കി നീയും കൊച്ചു കരയുന്നത്? ഞാൻ ഇരിക്കുന്ന മോളെ എന്തിനാണ്? അയ്യോ എന്താ വേണു? പള്ളിപ്പറമ്പിൽ രാമൻ മകൻ കുട്ടൻ അല്ലേ? നിങ്ങളാരാ? ഇത് കാലിൽ ധരിച്ചോളൂ. അപ്പൊ എന്റെ കാലം കിടക്കുന്ന താനെടുക്കും. ചെരുപ്പ് വയ്ക്കാൻ കണ്ട സമയം എനിക്ക് ഭ്രാന്തി പിടിച്ചിരിക്കാനാണ്. കുട്ടന്റെ കാലിൽ ചെരുപ്പൊന്നും ഇല്ലല്ലോ, ഇതിട്ടോളൂ. ഇക്കൊല്ലത്തെ പൂരം കുട്ടേട്ടന് മിസ്സായില്ലേ? കുട്ടൻ ഒതുങ്ങണ്ട, അവര് പൊയ്ക്കോളൂ. കുട്ടൻ ഓൾറെഡി ഒതുങ്ങി കഴിഞ്ഞു. തനിക്കിപ്പോ എങ്ങനെ എന്നെ കാണാൻ പറ്റുന്നേ? അവിടേക്കൊന്നും ഒരു തണ്ടികൾക്കും എന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ. എന്റെ പെണ്ണുമ്പിള്ളേക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ. എന്റെ മോക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ തനിക്ക് മാത്രം? അതൊക്കെ വഴിയേ പറയാം. ഇപ്പൊ കുട്ടൻ ഇതിൽ കേറിക്കോളൂ. നിങ്ങൾ ശരിക്കും ആരാ? കാലൻ. ഈ ആത്മാവിനൊക്കെ പിടിച്ചോണ്ട് പോകുന്ന കാലനാണോ? അതെ. അയ്യോ കൗസല്ല വീണത്, പിടിച്ചോളി എല്ലാരും കൂടി. എന്താ വാസോട്ടാ? രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അതാ. എന്താണ് നോട്ടെ? ഇത് BP ലോ ആയതാണ്. ഒരു കുഴപ്പമില്ല. കുറച്ചേ നാരങ്ങ എടുക്കട്ടെ, ഉപ്പിട്ടിട്ട്. കുറച്ച് ഉപ്പിട്ടല്ലേ, ഞാൻ കൊടുത്തോളാം. കൂടുതൽ പഞ്ചാരി ഒന്നും വേണ്ട.